ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു സെൽഫായിട്ട് റെസ്പോൺസിബിൾ ആവണം. പക്ഷെ ഈ കണ്ടന്റിന്റെ ഒക്കെ കാര്യം മനുഷ്യർ രസിക്കുന്നത് നമ്മൾ കൊടുത്തോണ്ടേയിരിക്കും, നമുക്ക് കിട്ടും എന്ന് പറയുന്ന ഈ ആശയത്തിനോട് നമുക്ക് മാറ്റം വരുത്താനും നിങ്ങൾക്ക് തന്നെയാണ് സാധിക്കുന്നത്. നിങ്ങൾ എത്രയോ മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി നല്ല രീതിയിൽ. അത് മാറ്റത്തിന് ശ്രമിച്ചു, അതെ പറയാം. എന്നിട്ട് ആരും ഇതുവരെ ഒരു ചാനലുകാരും അറിഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ട്രാൻസ്പെറന്റ് ഫണ്ട് റൈസിംഗ് ആൻഡ് ഫണ്ട് മാനേജ്മെന്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റും ആപ്ലിക്കേഷനിലൂടെ ഞാൻ ഫണ്ട് റൈസ് ചെയ്തു. ചാരിറ്റി തട്ടിപ്പ് നിർത്താൻ പെർമനന്റ് സൊല്യൂഷൻ ആണ്. ഇന്ന് വരെ ആരും അറിഞ്ഞില്ല. ഇഷ്ടം പോലെ വീഡിയോ എടുപ്പുണ്ട്. നിങ്ങൾ എന്നെ ആ മോഹൻലാലിന്റെ ഇത് അത് ഇതൊക്കെയല്ലേ അല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അജു വന്നു. അത് ആ സെൻസ് ഉള്ള മനുഷ്യനായതുകൊണ്ട് ബാക്കിയുള്ളവർ ആരും കാണുന്നില്ലോ. അവരെല്ലാം ഇപ്പോഴും എന്താ കുറ്റം പറയുന്നത് അതാ ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞത് ഇപ്പൊ നമുക്കൊരു അവസരമുണ്ട്. നമുക്ക് അത് ചെയ്താൽ ഇങ്ങനെ 100 ഗുണങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്തോ ഒരു ഇതുകൊണ്ട് എന്നെ എന്റെ ഈ 100 ഗുണങ്ങൾ 1000 ഗുണങ്ങളുണ്ട്. ഞാൻ ഇലക്ഷന് മത്സരിച്ചു. ഞാൻ ആ ഇലക്ഷനായിട്ട് കാൻഡിഡേറ്റ് ആയിട്ട് നിന്ന് ഞാൻ സംസാരിച്ച വിഷയം ട്രാൻസ്പെറന്റ് ഗവർണൻസ്, അതുപോലെ തന്നെ പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റണം ഗവൺമെന്റിനെ. ഇവിടുത്തെ വിഷയം പറയാം. ഗവൺമെന്റ് ഫിംഗർ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആപ്പിൽ കൂടി ഇന്ന് നടക്കുന്നുണ്ട്. സ്വിഗ്ഗി, സൊമാറ്റോ, യൂബർ എല്ലാം നടക്കുന്നുണ്ട്. അത്രയും ബിസിനസ് ഒന്നും ഗവൺമെന്റ് ഇല്ല. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലായി. അവരുടെ സീക്രസി, അവരുടെ മറ്റേ എന്താ പറയണ്ടേ, ഈ രഹസ്യമായിട്ട് വെക്കേണ്ടൊക്കെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പക്ഷേ ഫണ്ട് മാനേജ് ചെയ്യുന്നത്, പബ്ലിക് റിലേറ്റഡ് സാധനങ്ങൾ, ഇതെല്ലാം ട്രാൻസ്പെറന്റ് ആക്കാം. അത് വളരെ ഈസിയാണ്. ഇന്ന് അത് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ന് 5Gയിലും AI-യിലും വന്ന് നിൽക്കുന്ന ഒരു ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇലക്ഷനിൽ ഒന്ന് മത്സരിച്ചപ്പോൾ കുറച്ച് ചാനലിലൊക്കെ ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ട് 220 വോട്ടാണ് കിട്ടിയത്. അത്രേ ഉള്ളൂ. ഇത് 220. അതാരുടെ കുഴപ്പം എനിക്കറിയത്തില്ല. വോട്ടർമാരായിരിക്കും. റെസ്പോൺസിബിൾ വോട്ടേഴ്സ് ആണ് അത് അറിഞ്ഞ് ചെയ്തേനെ. എനിക്ക് 1000 പേരുടെ സഹായം ആവശ്യമില്ല. ഒറ്റ സ്ഥാനമേ ഉള്ളൂ. ഒരു സിസ്റ്റമാറ്റിക് ചേഞ്ച് മാത്രമേ ഉള്ളൂ. അതൊരു ആപ്ലിക്കേഷൻ ആണ്. എനിക്ക് മനസ്സിലായി. ചെകുത്താന്റെ പബ്ലിക് റെസ്പോൺസ് അറിയാൻ വേണ്ടി പോയി ഇലക്ഷൻ. അല്ലല്ല, ഞാൻ അതാ പറഞ്ഞത്. ഇവിടെ 100,000 ഗുണങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ എനിക്ക് സ്ഥിരം തെറ്റൊക്കെ പറ്റാറുണ്ട്. പക്ഷേ ഞാൻ എന്റെ ഒരു ഭാഗമായിട്ട് അവസാനമായിട്ട് പറയുക, ഇനി എന്തൊരു വിഷയം വന്നാൽ പോലും ഒരാൾ ചെയ്യുന്ന തെറ്റിന്റെ പേരിൽ എല്ലാ ഓൺലൈൻ മീഡിയക്കാരെ ക്രൂശിക്കല്ലേ. കാരണം ഇതിപ്പോ ഏതവനോ എടുത്തു ചാമ്പിയ ഒരു വീഡിയോ എല്ലാ ഓൺലൈൻ മീഡിയക്കാര് പാപ്പരാസികളാണ്, എല്ലാവരും ശരിയല്ലാത്തോ അങ്ങനെ പറയുന്നത് ഒന്ന് ഒഴിവാക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ പാർവതി, ഇതിനൊരു മറുപടി ഉണ്ടോ? ചെകുത്താന്റെ വീഡിയോ ആരും കണ്ടില്ല. അയ്യോ, വേറെ കാര്യം കൂടെ പറയട്ടെ. ഈ ഇപ്പൊ കേട്ടതെല്ലാം എന്താണ്? സോഷ്യൽ മീഡിയ വന്ന ആൾക്കാർ തെറി പറയുന്നു. ഇവര് അല്ലാത്തപ്പോ വല്ല ഡെയിലി ലൈഫിലൊക്കെ ഇവര് വളരെ മാന്യന്മാരാണ്. അത് ആരുടെ കുഴപ്പമാ? ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇത്ര മോശം. അത്രയ്ക്കും പല തരത്തിലുള്ള തട്ടിൽ ആൾക്കാർ ജീവിക്കുന്നു. പാർപ്പിടം പോലും ഇല്ലാതെ കിടക്കുന്നു. അവൻ ചിലപ്പോൾ 4 തെറിയൊക്കെ പറഞ്ഞിരിക്കും. ചിലപ്പോൾ അയാളുടെ മൊബൈൽ കിട്ടി. മാനസിക രോഗികളുടെ എത്ര പേരുടെ മൊബൈൽ ഉണ്ട്? ഇവന്മാരെല്ലാം കാണിക്കുന്നല്ലേ കാണുന്നത്. എത്രയോ മാനസിക രോഗികളുടെ സീന ഇപ്പൊ ഏറ്റവും കൂടുതൽ. എത്ര സഹാനുഭൂതിയോടെ കേട്ടോണ്ടിരിക്കുന്നത് ആര്? ഞങ്ങളെല്ലാരും. ആരോട്? അജുനെ സഹാനുഭൂതിയോടെ കേട്ടോണ്ടിരിക്കുമല്ലോ. വളരെ ബുദ്ധിമുട്ടും പറഞ്ഞോ? അല്ലല്ല, ഞാൻ ചുമ്മാ പറഞ്ഞല്ല. ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ റീച്ച് ആവുന്ന കണ്ടന്റ് ഇന്ത്യയിൽ മൊത്തത്തിൽ ഈ പ്രശ്നമുണ്ട്. തേർഡ് വേൾഡ് കൺട്രീസിലാണ് നടക്കുന്നത്. ഞാൻ ഫുൾ സോഷ്യൽ മീഡിയ അരിച്ചു പെറുക്കിയിട്ടുണ്ട്. ഡെവലപ്ഡ് കൺട്രീസിൽ ഇമാതിരി നില തെറ്റിയ ആൾക്കാരുടെ വീഡിയോ കണ്ട ആൾക്കാർ എൻജോയ് ചെയ്യുന്നില്ല. ഞാനും അത് എൻജോയ് ചെയ്യത്തില്ല. എനിക്കിവിടെ പല അടുത്ത സുഹൃത്തുക്കൾ വരെ ഉണ്ട്. അവർക്ക് പ്രശ്നമുള്ളവരാ. പക്ഷെ ഇത്തിരി കണ്ടന്റ് വരുമ്പോൾ എല്ലാവരോടും ആദ്യം ക്ലിക്ക് ചെയ്ത് ഇവരുടെ നില തെറ്റിയവരാണ്, എനിക്ക് ഇത്രയും പ്രശ്നമില്ലല്ലോ എന്ന് ആശ്വസിച്ച് കാണുന്നവരെ അവരതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞിട്ട് ഇവരെ 4 തെറിയും കൂടെ വിളിച്ച് കഴിയുമ്പോൾ ഇവനൊരു സമാധാനം കിട്ടുന്നുണ്ട്. അങ്ങനെ കുറച്ച് പേരുടെ ഫ്രസ്ട്രേഷൻ കുറയുന്നുണ്ട്. അതുകൊണ്ട് അത്ര പ്രശ്നമൊന്നുമില്ല. അത് ഈ സമൂഹത്തിന്റെ പ്രശ്നമാണ് ഈ പറയുന്നത് മുഴുവനും. ഇവിടെ വന്ന് കയറിയവരാരും വീഡിയോ എടുത്ത് എന്താ തെറ്റിപ്പോയത്? അവൻ തള്ളിക്കേറുന്നു, അവൻ തെറി പറയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.